Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിസസ് എന്താണെന്നും അതിൻ്റെ ഓർഡർ, അതിൻ്റെ അകത്തെ റോസ് കോളംസ് ഒക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് മെട്രിസസ്. മെട്രിസസിൻ്റെ പല പല ടൈപ്പിലുള്ള മെട്രിസസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ അതിന് ഒരേ ഒരു കോളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ടോ, മെട്രിക്സ് 0, √3, -1, 1/2. ഇവിടെ നോക്കി ഒരു കോളമേ ഉള്ളൂ, പക്ഷേ റോസ് എത്ര വേണേലും വരാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഈ എക്സാമ്പിളിൻ്റെ അകത്ത് എത്ര റോസ് വരുന്നുണ്ട്? 1, 2, 3, 4 റോസും only 1 കോളം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെ പറയാം? 4/1. 4/1. അപ്പോൾ നോക്കി, കോളം മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? A matrix is said to be a column matrix if it has only one column. ഒരേ ഒരു കോളം മാത്രമേ ഉള്ളെങ്കിൽ അതിനെ പറയുന്നതാണ് കോളം മെട്രിക്സ്. അപ്പോൾ എന്തായിരിക്കും റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 and only 1 റോ. അപ്പോൾ നോക്കി, അതിൻ്റെ എക്സാമ്പിൾ നോക്കി, മെട്രിക്സ് ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെട്രിക്സ് -1/2, √5, 2, 3. ഇവിടെ ഒരേ ഒരു റോ മാത്രമേ ഉള്ളൂ, പക്ഷെ കോളം നോക്കിക്കഴിഞ്ഞാലോ 1, 2, 3, 4 കോളംസും ഉണ്ട്, 1 റോയും. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും വരുന്നത്? 1/4. അപ്പം എ മെട്രിക്സ് ഇസ് സെഡ് ടു ബി എ റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 റോ. അപ്പോൾ ഒരു റോ മാത്രമേ ഉള്ളെങ്കിൽ അതിനെ റോ മെട്രിക്സ് എന്നും, ഒരു കോളം മാത്രമേ ഉള്ളെങ്കിൽ അതിനെ കോളം മെട്രിക്സ് എന്നും പറയും. അടുത്തതാണ് സ്ക്വയർ മെട്രിക്സ്. ആദ്യം നമുക്ക് എന്താ ഡെഫിനിഷൻ നോക്കാം. എ മെട്രിക്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് ഇസ് സെഡ് ടു ബി എ സ്ക്വയർ മെട്രിക്സ്. എന്താ മനസ്സിലായോ? അതായത് കോളംസിൻ്റെയും റോസിൻ്റെയും എണ്ണം ഈക്വൽ ആണെങ്കിൽ അങ്ങനത്തെ മെട്രിക്സിന് പറയുന്ന പേരാണ് എന്ത്? സ്ക്വയർ മെട്രിക്സ്. അതിൻ്റെ ഒരു ഓർഡറിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിലോ 2/2. 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റോസ് ആൻഡ് 2 കോളംസ്. ഇനി 3/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3 റോസ് ആൻഡ് 3 കോളംസ്. ലൈക്ക് ദാറ്റ് 4/4, 5/5, 6/6. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒരു m/n മെട്രിക്സ് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? m = n, where m is the number of rows and n is the number of columns. m-ഉം n-ഉം ഈക്വൽ ആണെങ്കിലാണ് നമ്മൾ അങ്ങനത്തെ മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്വയർ മെട്രിക്സ്. ഇപ്പോൾ സാധാരണ നമ്മൾ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ പറയുമ്പോഴേക്കും എന്താ 3/3, 4/4 അങ്ങനെ പറയുന്നതിന് വരെ ഷോർട്ടായിട്ട് നമ്മളിങ്ങനെ പറയും, കൺസിഡർ എ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അണ്ടർസ്റ്റുഡ് ആണ് 3/3 മെട്രിക്സ് ആണെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, കൺസിഡർ എ മെട്രിക്സ് ഓഫ് ഓർഡർ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? n/n. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. ലെറ്റ് a is equal to മെട്രിക്സ് 3, -1, 0, 3/2, 3√2, 1, 4, 3, -1. അതൊരു ഇതിൻ്റെ ഓർഡർ എന്താ? 3/3. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് പറയാം. അപ്പോൾ ഇൻ ജനറൽ if A is a square matrix of order n എന്ന് പറഞ്ഞാൽ എന്താ അത് മീൻ ചെയ്യുന്നത്? ഇറ്റ്സ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n/n. അതായത് അവിടുത്തെ നമ്പർ ഓഫ് റോസും n ആണ്, നമ്പർ ഓഫ് കോളംസും n ആയിരിക്കും അവിടെ. അടുത്തത് ഡയഗണൽ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതിലെ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം നോൺ സീറോ ആയിരിക്കണം. അതുപോലെ തന്നെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സീറോസും ആയിരിക്കണം. ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് ഇസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. ദാറ്റ് ഈസ് എ മെട്രിക്സ് ബി ഇസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് ഇഫ് bij ഈക്വൽ ടു 0 വെൻ i നോട്ട് ഈക്വൽ ടു j. ഐയും ജെയും സെയിം അല്ല എങ്കിൽ ഈ പൊസിഷനിൽ കിടക്കുന്ന ഇതെങ്ങനെയാണ് നമ്മൾ പൊസിഷൻ പറയുന്നത്? ഇപ്പോൾ a11, a22, a33 ആ എലമെൻറ്റ്സ് മാത്രം നോൺ സീറോയും ബാക്കിയെല്ലാം ഡയഗണലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എല്ലാ എലമെൻറ്റ്സും സീറോസും ആണെങ്കിൽ അങ്ങനത്തെ സ്ക്വയർ മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അത് ഉറപ്പായിട്ട് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഫസ്റ്റ് എഴുതിയേക്കുന്നത് ഒരു 1/1 ഡയഗണൽ മെട്രിക്സ് ആണ്. ദെൻ ബി എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നതോ 2/2. അപ്പോൾ നോക്കിയേ, മെയിൻ ഡയഗണൽ -1, 2 അത് നോൺ സീറോ എലമെൻറ്റ്സ് ആണ്, ഈ രണ്ട് എലമെൻറ്റ്സും സീറോസും വരും. സി എന്ന് പറയുന്നൊരു 3/3 ഡയഗണൽ മെട്രിക്സ് ആണ്. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സീറോയും ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം നോൺ സീറോയുമാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നതും സ്ക്വയർ മെട്രിക്സ് ആണ്. ഇനി സ്ക്വയർ മെട്രിക്സിലെ ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആണെങ്കിൽ, ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്
നമ്മൾ പറഞ്ഞു ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലമെൻറ്റ്സ് നോൺ സീറോ ആണ്. പക്ഷേ ആ ഡയഗണൽ എലമെൻറ്റ്സ് എന്തുകൂടി ആയിരിക്കണം, സെയിമും ആണെങ്കിൽ അങ്ങനത്തെ സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കെയിലാർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. എ ഡയഗണൽ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ സ്കെയിലാർ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ബി ഈസ് സെഡ് ടു ബി എ സ്കെയിലാർ മെട്രിക്സ്. അതൊരു ഫോം ഇക്വേഷൻ പോലെ പറഞ്ഞിരിക്കുകയാണ്. ബി ഐ ജെ ഈക്വൽ ടു 0 വെൻ ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറയുന്നത് ഈ കേസസ് ആണ് കേട്ടോ. ഐയും ജെയും ഈക്വൽ അല്ല എങ്കിൽ അവിടെയെല്ലാം 0 വരണം. ഐ ഈക്വൽ ടു ജെ വരുന്ന കേസിൽ ബി ഐ ജെ എന്ന് പറയുന്നത് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, അത് ഈക്വൽ സെയിം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ബി ഐ ജെ ഈക്വൽ ടു കെ വെൻ ഐ ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു 1/1 സ്കെയിലാർ മെട്രിക്സിന് എക്സാമ്പിൾ. ഇതൊരു 2/2 -1 സെയിം നമ്പർ ആണ്. ബാക്കി എലമെന്റ്സ് എല്ലാം നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോസ് ആണ്. സി എന്ന് പറയുന്നത് ഒരു 3/3 സ്കെയിലാർ മെട്രിക്സ് ആണ് എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. അടുത്തത് ഐഡന്റിറ്റി മെട്രിക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെപ്പോഴും എല്ലായിടത്തും യൂസ് ചെയ്യുന്ന മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. അതൊന്നുമില്ല, ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കണം, 1 ആയിരിക്കണം. അതായത് A11 A22 A33, ഇത് A11 A22. അതായത് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണെങ്കിൽ ബാക്കി നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോസ് ആണെങ്കിൽ അങ്ങനത്തെ സ്ക്വയർ മെട്രിക്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡന്റിറ്റി മെട്രിക്സ്. A square matrix in which the elements in the diagonal are all 1 and the rest are all 0. ഡയഗണൽ മാത്രം 1 ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം 0 ആണെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും, ഐഡന്റിറ്റി മെട്രിക്സ്. ഇൻ അതർ വേർഡ്സ്, സ്ക്വയർ മെട്രിക്സ് എ ഈസ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ് ഇഫ് aij ഈക്വൽ ടു 1 ഇഫ് ഐ ഈക്വൽ ടു ജെ. ഐയും ജെയും ഈക്വൽ ആകുന്നോ എന്ന് പറഞ്ഞാൽ A11 A22 A33 അവിടെ 1ഉം ഐയും ജെയും ഈക്വൽ അല്ലെങ്കിൽ അവിടെയൊക്കെ 0യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 3/3 എടുത്തു കഴിഞ്ഞാൽ ഈ പൊസിഷനിലെല്ലാം 0യും വരണം. അപ്പോൾ ഇതൊരു 1/1 ഐഡന്റിറ്റി മെട്രിക്സിന് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ ഏതാണ്, മെട്രിക്സ് 1. ഇനി 2/2 ആണെങ്കിലോ 1 0 0 1. 3/3 ആണെങ്കിൽ 1 0 0 0 1 0 0 0 1. അപ്പം ഇത്രയും മെട്രിക്സസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. അടുത്തത് ഇനി സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും, അത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല, ഒരു മെട്രിക്സിലെ എല്ലാ എൻട്രീസും അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സും സീറോസ് ആണെങ്കിൽ ആ മെട്രിക്സിനെയാണ് നമ്മൾ സീറോ മെട്രിക്സ് എന്ന് പറയുന്നത്. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് എലമെന്റ്സ് ആർ സീറോസ്. അപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു 1/1 സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് 0. ഒരു 2/2 പറയുന്നത് 0 0 0 0. ഇതെന്തിന് എക്സാമ്പിളാണ്, 0 0 0 0 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ എന്താ, 2/3, 2 റോസും 3 കോളംസും. ഇതോ മെട്രിക്സ് 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു റോയും ഉണ്ട്, റോ മെട്രിക്സ് എന്ന് വേണം നമുക്ക് പറയാം, കാരണം ഇത് only 1 റോ, ഒരു റോയും 2 കോളം. അപ്പോൾ 1/2 മെട്രിക്സ് എന്ന് വേണേൽ പറയാം നമുക്ക് ഇതിൻ്റെ ഓർഡർ അല്ലേ. അതിന് നമ്മൾ സീറോ മെട്രിക്സിനെ ക്യാപിറ്റൽ ലെറ്റർ ഒ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. അത് ഡിഫറെൻറ്റ് ഓർഡറിൽ വരാം, അത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അടുത്തതാണ് ഇനി ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. അതായത് രണ്ട് മെട്രിസസ് തന്നിട്ട് അത് ഈക്വൽ ആണോ എന്ന് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, രണ്ട് മെട്രിസസ് ഈക്വൽ ആവണമെങ്കിൽ ദേ ആർ ഓഫ് ദ സെയിം ഓർഡർ. എയുടെയും ബിയുടെയും ഓർഡർ സെയിം ആയിരിക്കണം. ഇപ്പോൾ എയുടെ ഓർഡർ 2/3 ആണെങ്കിൽ ബിയുടെ ഓർഡർ എന്തായിരിക്കണം, 2/3. ഇതൊരു എ എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ ബിയുടെ ഓർഡറും 3/3 ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ്, അതിൻ്റെ ഓർഡർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈച്ച് എലമെന്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു ദ കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് ബി. അതായത് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഏതാ, മെട്രിക്സ് 2 3 0 1 ആൻഡ് മെട്രിക്സ് 2 3 0 1. ഇത് രണ്ടും ഈക്വലാണ്. കാരണം എന്താ, നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം ആണോ നോക്കും. നോക്കി ഇവിടെ A11 ഇത് A11 2 ആണ്, ഇത് A12 3, A21 ഇവിടുത്തെ A21 0 0, ദെൻ A22 ഇവിടുത്തെ A22 അത് രണ്ടും 1 ആണ്. അപ്പോൾ രണ്ട് മെട്രിസസ് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഇഫ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഈക്വൽ മെട്രിസസ് എങ്ങനെയായിരിക്കണം, അത് ഇസ് ഓഫ് സെയിം ഓർഡർ, അതുപോലെ തന്നെ എയുടെ എലമെന്റ്സ് ബിയുടെ കറസ്പോണ്ടിങ് എലമെന്റ്സുമായിട്ട് ഈക്വലും ആയിരിക്കണം എല്ലാ എലമെന്റ്സും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ രണ്ട് മെട്രിസസും ഈക്വൽ ആണെന്ന് പറയുള്ളൂ. ഇനി നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് മെട്രിസസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് മെട്രിക്സ് ഏതാ, മെട്രിക്സ് XYZABC ഇസ് ഈക്വൽ ടു എന്താ, മെട്രിക്സ് -1.50 2√6 3 2. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് XYZ വാല്യൂസ് ഏതൊക്കെയാണ്, ABC. അതായത് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വേരിയബിൾസിൻ്റെയൊക്കെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇക്വാലിറ്റി ഓഫ് മെട്രിസസ് വെച്ചിട്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. അപ്പോൾ X is equal to -1/1.5, Y is equal to 0,
Z is equal to 2, A is equal to root 6, B is equal to 3 and C is equal to 2. ഭയങ്കര സിമ്പിളാണ്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അവിടെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെയാണ് വരുന്നത്, ലീനിയർ ഇക്വേഷൻസ്. അത് സോൾവ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾസിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കാം. എക്സാമ്പിൾ 4. ഇഫ് matrix x plus 3, z plus 4, 2y minus 7, minus 6, a minus 1, 0, b minus 3, minus 21, 0 equal to matrix 0, 6, 3y minus 2, minus 6 minus 3, 2c plus 2, 2b plus 4, minus 21, 0. ഈ രണ്ട് മെട്രിസസും തമ്മിൽ ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ട് 3x3 മെട്രിസസ് ആണ്, അത് രണ്ടും ഈക്വൽ ആണ്. എങ്കിൽ എ ബി സി എക്സ് വൈ സെഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം രണ്ട് മെട്രിസസ് ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആവണം. ഇവിടുത്തെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് പൊസിഷൻ കിടക്കുന്നത് എന്താ? a11 x plus 3, ഇവിടെ 0. വെറുതെ ഇക്വേറ്റ് ചെയ്യുക. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0, therefore എക്സ് ഇസ് ഈക്വൽ ടു -3. അടുത്തതോ ഇസഡിൻ്റെ വാല്യൂ കിട്ടാനായിട്ട് z plus 4 ഈക്വൽ ടു അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് 6 ആണ്. therefore z plus 4 ഈക്വൽ ടു 6. z is equal to 6 minus 4, that is 2. അടുത്തത് yയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 2y minus 7, ഇവിടെ അത് ഈക്വൽ ടു 3y minus 2. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് 2y നമുക്ക് വേണമെങ്കിൽ അല്ല വേണ്ട ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 2y minus 3y ഈക്വൽ ടു -2, -7 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +7. 2y minus 3y is -y equal to 5 or y equal to -5. വെറുതെ ലീനിയർ ഇക്വേഷൻസ് ആണ്, സോൾവ് ചെയ്താൽ മതി. അടുത്തത് ഇനി എയുടെ വാല്യൂ കിട്ടാനായിട്ട് ഇത് കിടക്കുന്നത് a22 അല്ലേ? ഇവിടുത്തെ a22 ഏതാ? -3. therefore a minus 1 equal to -3. a is equal to -3 plus 1, that is -2. അടുത്തതോ b minus 3 equal to 2b plus 4. b minus 3 equal to 2b plus 4. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ b minus 2b equal to 4, -3 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +3. 2b, b minus 2b is -b. -b is equal to 7 or b is equal to -7. ഇനി ലാസ്റ്റത്തെ വാല്യൂ c വരുന്നത് ഇവിടെ നമ്മൾ വിട്ടുപോയായിരുന്നു. 0 is equal to 2c plus 2 അല്ലേ? അല്ലെങ്കിൽ 2c plus 2 equal to 0 അല്ലേ? കറസ്പോണ്ടിങ് എലമെൻറ്റ് വരുന്നത് ഇവിടുത്തെ 0, ഇവിടെ 2c plus 2, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. 2c equal to -2 or c is equal to -2/2, that is -1. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ വാല്യൂ കിട്ടി. x, y, z and a, b, c. ഇങ്ങനെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്തിട്ട് ഇതുപോലത്തെ ലീനിയർ ഇക്വേഷൻസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അടുത്തത് എക്സാമ്പിൾ 5. Find the values of a, b, c and d where നമുക്കത് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. മെട്രിക്സ് 2a plus b, a minus 2b, 5c minus d, 4c plus 3d ഈക്വൽ ടു മെട്രിക്സ് 4 minus 3, 11, 24. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് 2a plus b is equal to ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് വരുന്ന 4 ആണ്. അടുത്തത് a minus 2b ഈക്വൽ ടു -3. ഇവിടെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്യുക. അടുത്തത് കൂടെ നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് c വരുന്നത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 5c minus d equal to 11 and 4c plus 3d equal to കറസ്പോണ്ടിങ് എലമെൻറ്റ് 24. c d വരുന്ന അവിടെ നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻസ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എലിമിനേറ്റ് ആവില്ല. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ സെക്കൻഡ് ഇക്വേഷൻ 2 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 4a plus 2b ഈക്വൽ ടു 8. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ അതുപോലെ തന്നെ കേട്ടോ. a minus 2b ഈക്വൽ ടു -3. ഇനി നോക്കിയേ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ b എവിടെ നിന്ന് എലിമിനേറ്റ് ആവുമല്ലോ. സിമ്പിളായിട്ടുള്ള ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്. ആഡ് ചെയ്യുക. 4a plus a, that is 5a. ഇത് ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോവും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അവിടുന്ന് എയുടെ വാല്യൂ എന്തെന്ന് കിട്ടി? 5 ക്യാൻസൽ ആകുമ്പോൾ 1. ഇനി ബിയുടെ വാല്യൂ കിട്ടാനായിട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a minus 2b ഈക്വൽ ടു -3. എക്ക് 1 കൊടുക്കുമ്പോൾ 1 minus 2b ഈക്വൽ ടു -3. അല്ലെങ്കിലോ 2b ഈക്വൽ ടു -2b is equal to
minus 3 minus 1 that is minus 4 or b is equal to 2. അപ്പോൾ ബിയുടെ വാല്യൂ 2 എന്നും എയുടെ വാല്യൂ 1 എന്നും നമുക്ക് കിട്ടി. അടുത്തത് നമുക്ക് സിയുടെയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ ഈക്വേഷൻ നമ്പർ 1 2 കഴിഞ്ഞിട്ട് 3 4 എന്ന് കൊടുക്കാം. 3 4 ഇവിടെ നമുക്ക് ലൈക്ക് ടേംസ് ഒന്നുമില്ല സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പോകാനായിട്ട്. പക്ഷെ നമുക്ക് തേർഡ് ഇക്വേഷൻ ഇൻറ്റു 3 ഞാൻ ചെയ്യുവാണ്. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15c 5 into 3 that is 15c minus 3d equal to 33. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എല്ലാ ടേമിനെയും. സെക്കൻഡ് ഇക്വേഷൻ അതുപോലെ തന്നെ 4c plus 3d is equal to 24. Then adding we get 15 plus 4 that is 19c. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. 19c is equal to 33 plus 24 that is 3 plus 4 7 57. Therefore c is equal to 57 divided by 19. 19 into 3 ആണ് 57. So സിയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി 3. ഇനി അടുത്തത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡി കിട്ടും. ഞാനിപ്പോൾ തേർഡ് ഇക്വേഷൻ എടുക്കുവാണ്. ഈ 5c മൈനസ് ഡിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 5c മൈനസ് ഡി ഇസ് ഈക്വൽ ടു 11. സബ്സ്റ്റിറ്റ്യൂട്ട് c is equal to 3. So 5 into 3 15. 15 minus d is equal to 11. Then minus d is equal to 11 minus 15. 11 minus 15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ് -4. minus d equal to -4. Therefore d is equal to 4. നോക്കിയേ, നമുക്ക് രണ്ട് മെട്രിസസ് ആയിരുന്നു തന്നിരുന്നത്. അതിൻ്റെ ഇക്വാലിറ്റിയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ രണ്ട് ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ABCD എല്ലാത്തിൻ്റെയും വാല്യൂസ് കിട്ടി. ഇനി അടുത്തത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ് 3.1 വരുന്നത്. അവിടെ നമ്മൾ ചെയ്തതായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളതെല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക് എടുക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.